Hello everyone, once again welcome to my channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചിരട്ട കൊണ്ട് എങ്ങനെ ഒരു ആൻറ്റിക് ലുക്കുള്ള ടോർട്ടോയ്സ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അധികം സാധനങ്ങളും അതിന് ആവശ്യമൊന്നുമില്ല. നമ്മൾക്കാകെ വേണ്ടത് ഒരു ചിരട്ട വേണം, കുറച്ച് ക്ലേ വേണം. ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ആക്രിലിക് കളേഴ്സ് വേണം, ബ്ലാക്കും കോപ്പറും. പിന്നെ ഒരു കത്തി വേണം, പിന്നെ കുറച്ച് ഗ്ലൂ വേണം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ചിരട്ട ഒരു കത്തി വെച്ച് ചീകി അതിൻ്റെ സർഫസൊക്കെ നല്ല സ്മൂത്താക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് ക്ലേ എടുത്ത് ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചിട്ട് നന്നായി അതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഈ ചിരട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പരത്തി വെച്ചിരിക്കുന്ന ക്ലേ അതിലേക്ക് ഒട്ടിക്കണം. അത് ഒട്ടിക്കുമ്പോൾ നന്നായി ഒട്ടിക്കണം. എല്ലാ സൈഡിലേക്കും ഈ ക്ലേ എത്തുന്ന രീതിയിൽ നന്നായി ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ടൂൾ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ക്ലേ കട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്, അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷാർപ്പൻ അടിച്ച് വെച്ചിട്ട് ഈ ഒരു ഡിസൈനിൽ ഈ ക്ലേ ഇട്ടിരിക്കുന്ന എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ ഡിസൈൻ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ സെയിം ഒരു പ്രാവശ്യവും കൂടി അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ക്ലേ ഇട്ടിരിക്കുന്ന എല്ലാ ഭാഗത്തും ഈ ഡിസൈൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ടോർട്ടോയ്സിൻ്റെ ഹെഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ക്ലേ എടുക്കുക, എന്നിട്ട് അതൊന്ന് കുറച്ച് ഉരുട്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ വിരൽ വെച്ച് ഒന്ന് തടകി ഒരു ഹെഡിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കണം. നമുക്ക് അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് തടകിയാൽ മതി. തടകി ഒരു ഷേപ്പിൽ മുന്നോട്ട് ഇതാക്കി വരുമ്പോൾ ഹെഡിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് ഒരു കണ്ണ് വരച്ചു കൊടുക്കണം. അത് പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് 2 കണ്ണ് വരച്ചു കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു കണ്ണിൻ്റെ ലേ ഔട്ട് വരച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു മൗത്ത് വരയ്ക്കണം. അതിനുശേഷം കുറച്ച് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഹെഡ് ഈ ചിരട്ടയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് കാലുകളാണ്. അതിനു വേണ്ടി കുറച്ച് ക്ലേ എടുത്തിട്ട് 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമ്മുടെ വിരൽ വെച്ച് അതൊന്ന് പരത്തി കൊടുക്കണം. ചെറുതായിട്ട് പരത്തിയാൽ മതി, ജസ്റ്റ് ഒന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതേപോലെ ക്ലേ കട്ട് ചെയ്യുന്ന ടൂൾ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ തുമ്പത്ത് ഒരു 3 കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് ഇത് 4 സൈഡിലേക്കും ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു വാലാണ്. അതിന് വേണ്ടി കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇത്തിരി റൗണ്ട് ചെയ്തിട്ട് അത് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഹെഡിലേക്ക് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ ചെയ്ത് ജസ്റ്റ് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി എനിക്കിവിടെ ഒരു ചെറിയൊരു ടോർട്ടോയ്സും കൂടി ചെയ്തെടുക്കണം, ഇതേ സെയിം രീതിയിൽ തന്നെ. അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ മോൻ്റെ ഒരു കിച്ചൺ ടോയിൻ്റെ ഒരു പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് ചിരാഗിൽ നന്നായി ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ചിരാഗില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതെടുത്തതാണ്. അതിൽ നമ്മൾ സെയിം സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിതിലും ചെയ്യുക. ക്ലേ പരത്തിയിട്ട് ഒട്ടിക്കുക, ഇതേപോലെ ഡിസൈൻ ചെയ്യുക, ഹെഡ് വയ്ക്കുക, കാലുകൾ ചെയ്തെടുക്കുക, ടെയിൽ ചെയ്യുക. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പരത്തി ഈ ചിരട്ടയിലേക്കൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവാൻ നിൽക്കരുത്. ഈ ക്ലേ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ആ ഡിസൈൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ഡ്രൈ ചെയ്യാൻ വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല, ക്ലേ ആയതുകൊണ്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫുൾ ബ്ലാക്ക് കളറാണ് ആദ്യം അടിച്ചു കൊടുക്കേണ്ടത്. ബേസ് കോട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഒരു ആൻറ്റിക് മെറ്റാലിക് ലുക്ക് കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ബ്ലാക്ക് കളറാണ് ഇതിനെന്നല്ല ഏതിനും നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ ബ്ലാക്ക് കളർ ഡ്രൈ ആയതിനു ശേഷം കുറച്ച് കോപ്പർ കളർ നമ്മൾ വിരലിലെടുത്തിട്ട് ഈ ബ്ലാക്ക് കളറിൻ്റെ മുകളിലൊന്ന് തൂത്ത് കൊടുക്കണം. വെറുതെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, കാര്യമായിട്ടുള്ള പെയിൻറ്റിങ് ഒന്നും ചെയ്യേണ്ട, ബ്രഷൊന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ 2 ടോർട്ടോയ്സിലും നമ്മൾ ചെയ്യുക. ഇപ്പം തന്നെ ഇതിനൊരു മെറ്റാലിക് ലുക്ക് ആയി കഴിഞ്ഞു. ഇത് ചിരട്ട വെച്ചാണ് ചെയ്തതെന്ന് ആരും കണ്ടാൽ പറയുമൊന്നുമില്ല. ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിലിപ്പോൾ ക്ലേ മാത്രമാണ് നമുക്ക് വാങ്ങേണ്ടി വരിക, ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്